ഈ കഥകളിലേക്ക് ഫ്രാൻസിനെ ചുരുക്കി എന്നുള്ളത് ഒരുപക്ഷെ വലിയൊരു അപരാധമാണ്. ഈ കിളികളിലേക്കും പൂക്കളിലേക്കും ഇങ്ങനെ കുറച്ച് അലച്ചിലേക്കും ഒക്കെ ആയിട്ട് ഫ്രാൻസിസിനെ കാൽപ്പനീകരിച്ചു എന്നുള്ളതിന് ഒരു ചെറിയൊരു അപരാധമുണ്ട്. ടോട്ടലി വേഴ്സ് എന്ന അർത്ഥം വരുന്ന ഇറ്റാലിയൻ പദത്തിൽ ഒപ്പിട്ടുകൊണ്ടിരുന്നൊരു പോപ്പുണ്ടായിരുന്നു, ജോൺ പോൾ രണ്ടാമന്. ടോട്ടലി വേഴ്സ്, ഞാൻ പൂർണ്ണമായിട്ടും നിൻ്റേതാണ്. ആ ഒരു പ്രകാശത്തിൽ നിന്ന്, ഈ ചെറിയ ചെറിയ മനുഷ്യരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുകയാണ്. ഒന്നതാണ് നമ്മൾ ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന കണക്ക് പ്രഭുക്കന്മാരും പുരോഹിതന്മാരും. അപ്പോൾ ഇപ്സ് ഫാക്ടോ അവരൊറ്റ കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ ശ്രേണി ഉയരുകയാണ്. ആ ശ്രേണിയിൽ ആദരിക്കാൻ വേണ്ടി അയാൾ തീരുമാനിച്ചു. ഒരു സന്യാസ സമൂഹത്തിനെ രൂപപ്പെടുത്തിയപ്പോൾ അയാളുടെ പേരാണ് നിസ്സാര സഹോദരന്മാരുടെ സഭ. ഞങ്ങളുടെയൊക്കെ പേരിൻ്റെയൊക്കെ അറ്റത്ത് കാണുന്ന ആ OFM എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അതാണ്. ഗുരുജനത്തിലേക്ക് സ്നേഹവന്ദനം. ഈ വർഷം ഫ്രാൻസിസിൻ്റെ വർഷമായിട്ടാണ് സഭ ഭാവന ചെയ്യുന്നത്. 800 വർഷം മുമ്പുള്ളൊരു ഓർമ്മയാണ്. അതിനെ 2026 തിരിച്ചു വിളിക്കുമ്പോൾ ഒരു അനുസ്മരണം എന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്തോ ചില കാര്യങ്ങൾ അതിന് നമ്മളോട് പറയാനുണ്ട്. മുമ്പോട്ട് ഉള്ള യാത്ര എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മളൊത്തിരി അകന്നുപോയി. നമ്മൾ ആരംഭിച്ച ഇടങ്ങളിൽ നിന്ന്, ചേർത്ത് പിടിച്ച ആദർശങ്ങളിൽ നിന്ന് എല്ലാവരും ഒത്തിരി മുമ്പോട്ട് പോയി. ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ ഒരു ജയഘോഷയാത്ര ചെയ്ത്, പക്ഷേ തൊട്ടുമുമ്പിൽ കാണുന്നത് കൊക്കയാണ്. നമ്മൾ വലിയ സംഘയാത്രകൾ നടത്തിയെത്തുന്ന പലയിടങ്ങളിലും അടുത്ത ചുവട് അപകടം പിടിച്ച ഗർത്തമാണെന്നൊക്കെ പിടുത്തം കിട്ടുന്ന ഒരു ദിവസം എല്ലാവർക്കും ഉണ്ടാകും. അന്നതിൻ്റെ മുമ്പിൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, പുറകോട്ട് നടക്കുക. അതുകൊണ്ടാണ് ലോകത്തെല്ലായിടത്തും ആ ഒരു വാക്ക് പല രീതിയിൽ ആവർത്തിക്കപ്പെടുന്നത്, ഉറവിടങ്ങളിലേക്ക് മടങ്ങുക, ഗോ ടു സോഴ്സ്. സഭയുടെ ഉറവിടം എന്ന് പറയുന്നത് സുവിശേഷമാണ്. ആ സുവിശേഷത്തിൻ്റെ പര്യായത്തിൻ്റെ പേരാണ് ഫ്രാൻസിസ്. ഫ്രാൻസിലോട്ട് മടങ്ങുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പോലും യേശു വിഭാവനം ചെയ്ത സുവിശേഷ കാലത്തിലേക്ക് മടങ്ങിപ്പോകുക എന്നുള്ളതാണ്. അതിലേക്ക് നമുക്ക് പിടുത്തം കിട്ടുന്ന ഒരു പാതയുണ്ട്, ഒരു തവിട്ട് പാതയുണ്ട്. അതിൻ്റെ പേരാണ് ഫ്രാൻസിസ്. ഫ്യൂച്ചർ ഓഫ് ദ ചർച്ച് ഈസ് ഫ്യൂച്ചർ ഓഫ് ഫ്രാൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകമൊക്കെ ഉണ്ട്. സഭയുടെ ഭാവി, ഫ്രാൻസിസിൻ്റെ ഭാവി. നിങ്ങൾ എങ്ങനെയാണ് ഫ്രാൻസിസിനെ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഫ്രാൻസിസിനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നുള്ളതായിരിക്കും സഭയുടെ ഭാവി എന്ന് പറയുന്നത്. പഴയ പോപ്പ് എന്തിനായിരിക്കണം ആ ഒരു പേര് സ്വീകരിച്ച ഫ്രാൻസിസ്? 2000 വർഷം ഇങ്ങനെ കാലപ്പഴക്കമുള്ള സഭയുടെ ചരിത്രത്തിൽ അന്നോളം ഒരു മാർപ്പാപ്പയും 13-ാം നൂറ്റാണ്ടിലാണ് ഫ്രാൻസിസ് കടന്നു പോകുന്നത്. ഒരു 8 നൂറ്റാണ്ടോളം ആരും സ്വീകരിക്കാൻ ധൈര്യപ്പെടാതിരുന്നൊരു പേരെന്തിനായിരിക്കണം ജസ്യൂട്ട് പശ്ചാത്തലമുള്ള ഒരു ഗാർഡിനാണ് സ്വീകരിച്ചത്? ഫ്രാൻസ്കൻ പോപ്പുമാരൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ 9ഓളം പേര് ഫ്രാൻസ്കൻ പരിസരത്തുള്ളവർ, ഇൻക്ലൂഡിങ് ഫ്രാൻസ്കൻ മങ്സ്. അവർക്കാർക്കും ആ പേര് സ്വീകരിക്കാനുള്ളൊരു ധൈര്യമില്ലായിരുന്നു. വലിയ ഉത്തരവാദിത്തത്തിൻ്റെ പേരാണ് അത്. സ്വീകരിക്കുക വഴിയായിട്ട് ഫ്രാൻസിസ് പോപ്പ് ചെയ്തത്, ലോകത്തോട് പറയാൻ ശ്രമിച്ചത് ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു: കുറച്ചുകൂടി ജൈവികമായൊരു സഭ രൂപപ്പെട്ടേക്കും, കുറച്ചുകൂടി ദരിദ്രരുമായിട്ട് ബന്ധപ്പെട്ട സഭ രൂപപ്പെട്ടേക്കും, കുറച്ചുകൂടി ഈ പാരഫർണി ഇല്ലാത്ത ഒരു നിലനിൽപ്പ്, ആരാധന ഉണ്ടായേക്കും എന്നൊക്കെയുള്ള സങ്കല്പങ്ങളിലാണ് ഈ ഫ്രാൻസിസ് എന്ന പേര് അദ്ദേഹം സ്വീകരിക്കുക. ഒരു വാഴവട്ടത്തിന് ശേഷം അദ്ദേഹം കടന്നു പോകുമ്പോൾ വെറുതെ നമ്മൾ ആഗ്രഹിക്കുകയാണ് അടുത്ത ആളൊരു ഫ്രാൻസ്കൻ രണ്ടാമനായിരിക്കും. എന്തോ കാരണം കൊണ്ട് ആ പേര് സ്വീകരിക്കാനല്ല കുറച്ചുകൂടി യങ്ങായിട്ടുള്ള, കുറച്ചുകൂടി മിഡിൽ ഏജിലായിട്ടുള്ള ആ പുതിയ പോപ്പ് ശ്രദ്ധിച്ചത്. അദ്ദേഹം സ്വീകരിച്ച പേര് ലിയോ എന്നാണ്. ലിയോ സഭയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു പേരാണ്. വളരെയേറെ വ്യത്യാസം ഉണ്ടാക്കിയ
അനവധി മനുഷ്യരുടെ പേരാണ് ലിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ചയെന്ന നിലയിലായിട്ടാണ് അദ്ദേഹം ആ പേര് സ്വീകരിക്കുന്നത്. പക്ഷെ കൗതുകരമായൊരു നിരീക്ഷണം ഈ അടുത്ത ദിവസങ്ങളിൽ ചില ആർട്ടിക്കിളുകൾ കണ്ടു. ഈ ലിയോ എന്ന് പറയുന്ന പേരിനൊരു പ്രസക്തിയുണ്ട് ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ട. കാരണം ഫ്രാൻസിസിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യൻ, ഫ്രാൻസിസിൻ്റെ അകക്കാഴ്ച കിട്ടിയ, ഉള്ളിലേക്ക് ഫ്രാൻസിസിനോട് നോട്ടം കിട്ടിയ മനുഷ്യൻ്റെ പേരാ ലിയോ. സന്തോഷവിചാരിയാണ്. പലതും ഓർത്തു വെക്കുന്നതും എഴുതുന്നതുമൊക്കെ ഈ മനുഷ്യനായിട്ടാണ് ഈ ഫ്രാൻസ്കൻ പാരമ്പര്യം പറയുന്നത്. അല്ലെങ്കിൽ ഇയാളിൽ നിന്ന് കേട്ട കാര്യങ്ങളാണ് ആദ്യകാല ഫ്രാൻസ്കൻ കഥകളൊക്കെ. ആദ്യകാലത്തെ ഫ്രാൻസ്കിൻ്റെ ആത്മരേഖ, ജീവിതരേഖയൊക്കെ വരുന്നത് ലിയോയുടെ മെറ്റിൽ നിന്നാണ് പൊതുവെ ഒരു സങ്കല്പം. നമുക്കറിയാം, ഫ്രാൻസിനെ ആധാരമാക്കി വളരെ ക്ലാസിക് നോവലുണ്ട്, നിക്കോസ് കസാക്കിസ് എഴുതിയത്. ബുക്കിൻ്റെ പേര് ഗോഡ്സ് പർപ്പർ എന്നാണ്, ദൈവത്തിൻ്റെ മിഷൻ. ക്രിസ്തുവിനെ കുറിച്ച് എഴുതുമ്പോൾ പോലും കുറച്ച് തൻ്റെ അപക്വതയുള്ള ഭാവനയ്ക്ക് ഇങ്ങനെ ഇടം കൊടുത്ത ഈ മനുഷ്യൻ ഫ്രാൻസിനെക്കുറിച്ച് എഴുതുമ്പോൾ എന്ത് നിർബലമായിട്ടാണ് എഴുതാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നവർ പറയുന്നത് ഒരുപക്ഷെ ഇത് ഈ മനുഷ്യൻ്റെ ഒരു പ്രായശ്ചിത്തം കൂടിയായിരുന്നു ഇങ്ങനെ ഫ്രാൻസിസിനെ എഴുതുക എന്നുള്ളത്. അതിനകത്ത് ഈ മനുഷ്യൻ എഴുത്തുകാരൻ സ്വീകരിക്കുന്ന പേര് ലിയോ എന്നാണ്. ലിയോ ഫ്രാൻസിനെ ഓർമ്മിക്കുന്നതായിട്ടാണ് ആ പുസ്തകത്തിൻ്റെ ഘടന. ആ പുസ്തകം എഴുതുമ്പോഴൊക്കെ തന്നോടൊപ്പം ഫ്രാൻസിസിൻ്റെ ഒരു സാന്നിധ്യമുള്ളതായിട്ട് അതിൻ്റെ ഒരു പ്രൊലോഗിൽ ഈ കസാക്കിസ് എഴുതി വെക്കുന്നുണ്ട്. അവസാനിക്കുമ്പോൾ ഒരു കിളിക്കുഞ്ഞൊക്കെ ഇങ്ങനെ ജാലകത്തിലൂടെ അകത്തേക്ക് വരികയും അത് ഫ്രാൻസിസ് തന്നെയാണെന്നൊക്കെ പറഞ്ഞാണ് പുസ്തകം അവസാനിക്കുക. ഒരു വർത്ത് റീഡിങ് ആയിട്ടുള്ള പുസ്തകമാണ്. അതിനൊരു താല്പര്യമുള്ളവർക്ക് അതിൻ്റെ വിവർത്തനങ്ങൾ കണ്ടെത്തിയും വായിക്കാവുന്നേ ഉള്ളൂ. പിന്നെ അടുത്ത് തന്നെ ഒരു 2-3 വിവർത്തനങ്ങൾ ഈ ദൈവത്തിൻ്റെ നിസ്സൻ്റെ പേരിൽ വന്നിട്ടുണ്ട്. ഗോഡ്സ് പർപ്പർ പറഞ്ഞു വരുന്നത് അത്രയും ഇഴയടുപ്പമുള്ള, അത്രയും പിണഞ്ഞു പോയ 2 ആത്മാക്കളായിരുന്നു ഫ്രാൻസിസ് ലിയോയും. ഒരളവിൽ അത് ഭംഗിയുള്ളൊരു വർത്തമാനമാണ് ഈ 2 മാർപ്പാപ്പന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. പിന്നീട് വന്ന പോപ്പ് സ്വീകരിക്കുന്ന നിലപാടുകളൊക്കെ കുറച്ചുകൂടി പൊളിറ്റിക്കൽ ഫ്രാൻസിസിനെ, കിളികളുടെയും പൂക്കളുടെയും ഒക്കെ ഫ്രാൻസിസായിട്ട് നമ്മൾ ഈ മനുഷ്യനെ ചുരുക്കിപ്പോയി. നമുക്ക് എല്ലായിടത്തും ഒരു കാൽപ്പനികതയുടെ ഒരിത്തിരി പ്രശ്നമുള്ളത് കൊണ്ട് ആ കാൽപ്പനികതയുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഫ്രാൻസിസ്കൻ കഥകൾ മാത്രമാണ് നമുക്കറിയാവുന്നത്. കിളികൾ കേൾക്കുന്നതും മത്സ്യങ്ങൾ ഈ മനുഷ്യനെ കേൾക്കാനായിട്ട് ഉപരിതലത്തിൽ വരുന്ന കഥകളൊക്കെ ഉൾപ്പെടെ ഇങ്ങനെ ജീവജാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് നിറം പിടിപ്പിട്ടുള്ള ഫേബിളുകളാണ് പലപ്പോഴും ഈ ഫ്രാൻസിസ്കൻ സങ്കല്പമായിട്ട് നമ്മൾ പലപ്പോഴും ഗണിക്കുന്നത്. എന്നാൽ ലിയോ എന്ന് പറയുന്ന ഈ പോപ്പ് അതിനകത്തുനിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ഫ്രാൻസിസിനെ, യുദ്ധത്തിനൊക്കെതിരായിട്ടുള്ള ലിയോ മാർപ്പാപ്പയുടെ നിലപാട്. അതിങ്ങനെ ലോകം മുഴുവൻ വളരെ പ്രത്യാശയോട് കണ്ടൊരു കാര്യമാണ്. തമന്നൊരു ദേശത്തിൻ്റെ അധിപന് പോലും നിരക്കാത്ത രീതിയിൽ അനിഷ്ടം ലഭിക്കുന്ന വിധത്തിലൊക്കെ ഈ മനുഷ്യൻ യുദ്ധത്തിനെതിരായിട്ട് നിൽക്കുക. യുദ്ധത്തിൻ്റെ വിഫലതയാണ് വാസ്തവത്തിൽ ഫ്രാൻസിസ് ലോകത്തോട് പറയാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൂതെന്ന് തോന്നുന്നു. അങ്ങനെ ഫ്രാൻസിസിൻ്റെ നാമത്തിൽ ഉള്ള കത്തീഡ്രൽ പള്ളിയുണ്ട് അസീസിയിൽ. അവിടെയാണ് ഫ്രാൻസിസിൻ്റെ ശരീരമൊക്കെ സംസ്കരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു മുറ്റത്തായിട്ട് ഒരു ശില്പമുണ്ട്. എല്ലാ യൂറോപ്യൻ നഗരങ്ങൾക്കകത്തും ഇങ്ങനെ കുതിരപ്പുറത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ ശില്പം ഉണ്ടായിരിക്കും. മിക്കവാറും അതിനോട് ചേർന്നിട്ടൊക്കെ തന്നെ നഗരയാത്രകളൊക്കെ രൂപപ്പെടുന്നത്. പക്ഷേ ഈ പള്ളിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഫ്രാൻസിസിൻ്റെ ശില്പം അത് അത്ര പഴക്കമുള്ളതല്ല, കുറച്ചൊരു കോണ്ടംപററി ആർട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിനകത്ത് ഇങ്ങനെ ഫ്രാൻസിസ് കുതിരയും ഒരേപോലെ ക്ഷീണിതരായിട്ട്, ഒരുപക്ഷെ ഒരേപോലെ രചിതരായിട്ട് ഇങ്ങനെ തലകുനിച്ചിരിക്കുക. യുദ്ധത്തിൻ്റെ വിഫലതയെ തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ്റെ പേരായിരുന്നു ഫ്രാൻസിസ്. അപ്പോൾ ഈ പൊളിറ്റിക്കലായൊരു ഫ്രാൻസിസിനെ ഒരുപക്ഷെ കുറേ കൂടി പുതിയ പോപ്പ് ധ്യാനിക്കുന്നുണ്ടാകും. അതിനകത്തു നിന്നൊക്കെ ആയിരിക്കണം ഇത്തരം ചില കാര്യങ്ങൾ എല്ലാവരും എതിർക്കുമ്പോഴും എല്ലാവരും തർക്കിക്കുമ്പോഴും ചില കാര്യങ്ങൾക്കകത്ത് അത്രയും ബോധ്യത്തോടെ നിൽക്കാനൊക്കെ ആയിട്ട് അവർക്ക് ലഭിക്കുന്ന ഊർജ്ജം. അപ്പോൾ അദ്ദേഹമാണ് ഈ പറഞ്ഞ ഫ്രാൻസിസിൻ്റെ ഇയറായിട്ട് ഈ വർഷത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ ലിയോ ഫ്രാൻസിസിൻ്റെ നിന്ന കണക്ക് പഴയ മാർപ്പാപ്പ തുടങ്ങി വെച്ച ജൈവികമായ ചില ബോധ്യങ്ങളെ കുറേ കൂടി വേരുകളുള്ളതാക്കാനായിട്ട് പുതിയ പാപ്പ ശ്രമിക്കുന്നു തന്നെ വേണം കരുതാനായിട്ട്. ഫ്രാൻസിലേക്ക് നോക്കൂ.
ഒരു വർഷം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഫ്രാൻസിസ്കൻ ആശ്രമങ്ങൾക്കുമൊക്കെ കുറച്ചുകൂടി പ്രിവിലേജ് ഈ ദിവസങ്ങളിൽ ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ ദണ്ഡവിമോചനം എന്നൊക്കെ പറയുന്നൊരു കാത്തലിക് ട്രഡീഷൻ ഈ ദിവസങ്ങളിൽ ഫ്രാൻസിസ്കൻ ആശ്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുന്നതാണ്. ഫ്രാൻസിസ്കൻ ദേവാലയങ്ങൾക്ക് പുറത്ത് അങ്ങനെ കമാനങ്ങളൊക്കെ അലങ്കരിച്ചിരിക്കുന്നു. കേരളത്തിലെ ഫ്രാൻസിസ്കൻസ് എന്ന നിലയിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം കൂടി ഇതിനിടയിൽ നടന്നു. പൊരുന്നിലെ തിയോഫിനച്ചൻ ധന്യനായിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ടത് ഈ ദിവസങ്ങളിലാണ്. ഇത്രയും കാലം മനുഷ്യരുടെ വിസ്തനായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരാൾക്ക് മീതെ ഇങ്ങനെ ഒരു സഭയുടെ ഒരു കൃത്യമായ അംഗീകാരം കിട്ടുന്നതിൻ്റെ സൂചനയാണ് ഈ പറഞ്ഞൊരു ധന്യനെന്ന് പറയുന്ന വിശേഷണം. എല്ലാ അർത്ഥത്തിലും ഇങ്ങനെ ഫ്രാൻസിസ്കൻസ് എന്ന നിലയിലും ഫ്രാൻസിസിനെ സ്നേഹിക്കുന്ന നിലയിലും നമുക്ക് സന്തോഷം തരുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം. കുറച്ചുകൂടി ഫ്രാൻസിസിലോട്ട് എത്തേണ്ടതുണ്ട്. ഈ കഥകളിലേക്ക് ഫ്രാൻസിസിനെ ചുരുക്കുക എന്നുള്ളത് ഒരുപക്ഷെ വലിയൊരു അപരാധമാണ്. ഈ കിളികളിലേക്കും പൂക്കളിലേക്കും ഇങ്ങനെ കുറച്ച് അലച്ചിലേക്കും ഒക്കെ ആയിട്ട് ഫ്രാൻസിസിനെ കാൽപ്പനീകരിച്ചു എന്നുള്ളതിന് ഒരു ചെറിയൊരു അപരാധമുണ്ട്. അപ്പം അതിനകത്തുനിന്ന് തികഞ്ഞ മകന് മാറ്റി ഈ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന അഗാധമായിട്ടുള്ള ഒരു ആന്തരികതയുണ്ട്. അതെന്താണെന്ന് വെറുതെ ഒന്ന് വളരെ വേഗത്തിലൊന്ന് കണ്ടിട്ട് ഒന്ന് ഫ്രാൻസിസിനെ ഒന്ന് നമസ്കരിച്ച് ഒരു സംഭാഷണം അവസാനിപ്പിക്കാൻ കരുതുക. ഇങ്ങനെ കുരിശാണ് ഫ്രാൻസിസിൻ്റെ ഉള്ളിൽ ഏറ്റവും ഭംഗിയായിട്ട് പതിഞ്ഞിട്ടുള്ള ഒരടയാളം. ഞങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തിൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന കണക്ക് ഒരു എന്താ കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടി ഞങ്ങളുടെ ഗുരുനാഥന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു C³ ഈ മനുഷ്യൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അന്ന് ക്രിബ് എന്ന് പറയുന്നതാണ്. ഇങ്ങനെ പുൽത്തൊഴുത്തിലെ ആ ഒരു യേശു, ദരിദ്രനും നിസ്സഹായനും ഒക്കെ ആയിട്ടുള്ള യേശു എന്നുള്ളതിനകത്താണ് ഫ്രാൻസിസ്കൻ ധ്യാനങ്ങളൊക്കെ ആരംഭിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഈ സിബോറി എന്ന് പറയാതെ, സിബോറി എന്ന് പറയുന്നത് തിരുവോസ്തി സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹോളി കണ്ടെയ്നറാണ്. കുർബാന എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ആൻഡ് ഫൈനലി ക്രൂസിഫിക്സ് ആണ്, ഈ കുരിശാണ്. ഈ കുരിശിലോട്ടൊക്കെ നോക്കി മനുഷ്യൻ ഇങ്ങനെ നിശ്ചലമായിട്ട് മണിക്കോളം നിന്ന് പോകുന്നതൊക്കെ ആയിട്ടൊക്കെ നിസ്സലാനൊക്കെ എഴുതിയിട്ടുണ്ട്. ആദ്യകാല ഫ്രാൻസിസ്കൻ ബയോഗ്രഫി എഴുതിയ മനുഷ്യരിൽപ്പെട്ട ഒരാളാണ് സെലാവിന്. പക്ഷെ ആദ്യത്തെ ബയോഗ്രഫി അത് തോമസ് സെലാൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു കുരിശ് ഈ മനുഷ്യരിൽ അഗാധമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. ആ ഒരു കുരിശ് തന്നെയായിരിക്കണം സഭയുടെ മുമ്പിൽ ഫ്രാൻസിസ് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. കുരിശിലേക്ക് നോക്കുക. കുരിശിന് എപ്പോഴും നമുക്കറിയാം 2 തലങ്ങളുണ്ട്. ഒന്ന് ഹൊറിസോണ്ടല്ല, 2 വെർട്ടിക്കല്ല. അപ്പോൾ ഒരു തിരശ്ചീനവും ലംബവുമായിട്ടുള്ള ഒരു ആന്തരികതയിൽ നിന്ന് അനവധിയായ കാരണങ്ങൾ കൊണ്ട്, അനുഷ്ഠാനങ്ങൾ കൊണ്ടോ ആഡംബരങ്ങൾ കൊണ്ടോ ആഴമില്ലായ്മ കൊണ്ടൊക്കെ നമ്മൾ അകന്നുപോയി. അതിലേക്ക് മടങ്ങി വരാൻ പറഞ്ഞാൽ കം ബാക്ക് ടു ക്രോസ്. കുരിശാൻ അദ്ദേഹം പലപ്പോഴും ഒപ്പിടാനായിട്ട് ഉപയോഗിച്ചിരുന്നതൊക്കെ അതിന് കുരിശടയാളമാണ്. അതായത് പ്രത്യേകിച്ച് എന്നാൽ ഒരു T ആണ്. താവു എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് അക്ഷരമാലയിലെ ലെറ്ററാണ് എപ്പോഴും തൻ്റെ സൈനും പകരമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ചിലപ്പോൾ ശരിക്കുമുള്ള കുരിശ് രൂപം അതായിരിക്കും എന്നൊക്കെ പോലുള്ള സങ്കല്പമുണ്ട്. ഈ പറയുന്ന ഹെഡ് റെസ്റ്റ് ഇല്ലാത്ത ഒന്നായിരുന്നു ആരംഭത്തിലെ കുരിശെന്നൊക്കെയാണ് പൊതുവെ കരുതപ്പെടുന്നത്. അപ്പോൾ ഒരു കുരിശ് ഈ മനുഷ്യൻ്റെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ട്. ഒന്നിങ്ങനെ ഈ പറഞ്ഞ ആകാശങ്ങളിലേക്ക് നോക്കി നിൽക്കുന്ന ഒരംശം, 2 ഈ അപരിലേക്ക് വിരിച്ചു പിടിക്കുന്ന ഒരംശം. ഈ കുറേ കൂടി ഇങ്ങനെ ആകാശങ്ങളിലേക്ക് നോക്കൂ എന്ന് പറയുന്ന സംഭവമുണ്ട്. ദൈവീയ വെളിപാടുകൾ ഈ മനുഷ്യനെ തേടിയെത്തുന്നത് ഈ ഉള്ളിലെ ചില ദൂതായിട്ട്. അതിന് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു കുഞ്ഞ് സംഭവം വെറുതെ ഒന്ന് ഓർമ്മിച്ചെടുത്താൽ നല്ലതായിരിക്കും. അവിടെ നിന്നാണ് ഈ ഫ്രാൻസിസ് ആരംഭിക്കുന്നത്. അങ്ങനെ യുദ്ധഭൂമിയിലേക്ക് പോകുന്ന വഴിക്ക് സ്പൊളോറ്റ എന്ന് പറയുന്ന ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരയിൽ ഒരു കൂടാരത്തിൽ രാത്രി വിശ്രമത്തിൽ ആയിരിക്കുമ്പോൾ ഫ്രാൻസിസ് ബോധത്തിലോ ഈ പറയുന്ന അബോധത്തിലോ നമുക്കറിഞ്ഞുകൂടാ, ഒരു പക്ഷെ പാതിമയക്കത്തിലായിരിക്കാം, ഒരു സ്വപ്നം കാണുകയാണ്. ഒരു ശബ്ദം അയാളെ തേടി വരികയാണ്. അത് അത്യുന്നതൻ്റെ ശബ്ദമാണെന്ന് അയാൾ തിരിച്ചറിയുന്നു. ആ ശബ്ദം ചോദിക്കുന്നത് എങ്ങനെയാണ്, ഫ്രാൻസിസ് നീ ആരെ സേവിക്കണം? യജമാനെ സേവിക്കണമോ ദാസനെ സേവിക്കണമോ? ഇത് ചെറിയ പ്രായത്തിൽ നമ്മൾ വായിച്ച കണക്കല്ല ഈ ഒരു മധ്യവയസ്സിൽ വായിച്ചെടുക്കുന്നത്. ചെറിയ പ്രായത്തിൽ അതിങ്ങനെ വളരെ വേഗത്തിൽ വായിച്ചെടുത്തൊരു കാര്യമാണ്. മധ്യവയസ്സിലെത്തുമ്പോഴേക്കും ജീവിതത്തെ മുഴുവൻ ചലഞ്ച് ചെയ്യുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ ആരെയാണ് സേവിച്ചിരുന്നത്?
നിങ്ങൾ ആർക്ക് വിധേയപ്പെട്ടാണ് ജീവിച്ചിരുന്നത്? നിങ്ങൾ അത്യുന്നതനാണോ വിധേയപ്പെട്ടത്? അതാ ചെറിയ ചെറിയ മനുഷ്യർക്ക് മുന്നിൽ കുനിഞ്ഞൊക്കെയാണ് നിങ്ങൾ ജീവിച്ചിരുന്നത്? സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയെന്ന് പറയുന്നത് ഈ അത്യുന്നതൻ്റെതാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അന്ന് ആ ഒരു കിനാവിന് ശേഷം ഇയാൾ ചെയ്ത ആദ്യത്തെ കാര്യം തൻ്റെ ആ ഒരു പടയ്ക്ക് വേണ്ടി കൂട്ടുപോകേണ്ടി വരുന്ന യാത്രയിൽ എന്നും കൂടെ ഉണ്ടായിരുന്ന ആ കുതിരയെ വിറ്റ് കളയാന്നുള്ളതാണ്. അതിനകത്ത് ലഭിച്ച പണം ഇങ്ങനെ പൊടിഞ്ഞു തുടങ്ങിയ ഒരു ചാപ്പലിൻ്റെ ഈ ജാലകത്തിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് നഗ്നപാതനായിട്ട് ഇയാളുടെ ജീവിതത്തിൽ രണ്ടാം ഘട്ടം ആരംഭിക്കാൻ ബെയർഫൂട്ടഡ് ഫ്രാൻസിസ് എന്ന് പറയാനായിട്ട് ഇങ്ങനെ ആദ്യകാല ചരിത്രകാരന്മാർ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിൽ ഇയാൾക്ക് ഒറ്റ ഉടമയേ ഉള്ളൂ. ഇയാളെ ഒരു സംഘം മനുഷ്യരൊക്കെ ഇങ്ങനെ തടഞ്ഞു നിർത്തി കുറച്ച് കഠിനമായിട്ട് തർക്കത്തിൽ ഇയാളെ ആക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, നീ ആരാ, എന്താ നിൻ്റെ ഐഡൻറ്റിറ്റി? അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ അത്യുന്നതൻ്റെ കുഴലൂത്തുകാരനാണ്. അന്നത്തെ കാലത്ത് രാജാവിന് വേണ്ടി ഇങ്ങനെ സംഗീതം ഉരുവിട്ട് നടക്കുന്ന സംഘങ്ങളുണ്ടായിരുന്നു. ആ ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്, അത്യുന്നതൻ്റെ കുഴലൂത്തുകാരൻ. അപ്പോൾ ഞാൻ നിൻ്റേതാണെന്ന് പിടുത്തം കിട്ടുന്നൊരു ദിവസം, അതിനുശേഷം ആരുടെയും ജീവിതം പഴയതല്ല. അവിടെ വെച്ചാണ് യേശു പറഞ്ഞൊരു വാക്കിൻ്റെ അർത്ഥം നമുക്ക് പിടുത്തം കിട്ടുന്നത്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഏറ്റവും വലിയ സത്യം നിങ്ങൾ ആരുടേതാണെന്ന് തിരിച്ചറിയുന്ന ദിവസമാണ്. ഇല്ലെങ്കിൽ ചെറിയ മനുഷ്യരെന്ന് പറയുന്ന അസത്യം നിങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കും. അവർക്ക് കപ്പം കൊടുത്തും അവർക്ക് വിധേയപ്പെട്ടും അവർ തരുന്ന അഭിനന്ദനങ്ങളിൽ ഉലഞ്ഞും അഭിനന്ദനങ്ങളിൽ പൂത്തും അവർ തരുന്ന അപമാനങ്ങൾ ഉലഞ്ഞുമൊക്കെ നിങ്ങൾ ശിഷ്ടകാലം കഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നീ ആരുടേതാണ്? നിങ്ങൾ ആരെയാണ് സേവിക്കുന്നത്? ദാസനെയാണോ യജമാനാണോ? ഏറ്റവും കൂടുതൽ വേദപുസ്തകത്തിൽ ഉപയോഗിക്കപ്പെടുന്നൊരു വാക്കെന്ന് പറയുന്നത് ലോഡ് എന്നൊരു വാക്കാണ്. പ്രഭു. ആരാണ് നിങ്ങളുടെ പ്രഭു? അപ്പോൾ ആ പ്രഭുവിനെ കണ്ടെത്തുന്ന ജീവിത വ്യത്യാസം ആരംഭിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യൻ, അയാൾക്കിങ്ങനെ അച്ഛൻ്റെ കമ്പോളത്തിൽ കച്ചവടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അയാളിങ്ങനെ പതിവ് പോലെ അത്തരം ചില കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ എന്തോ ഒന്നിങ്ങനെ അളന്നു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അളന്ന് ശേഖരിക്കുകയാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ എണ്ണിത്തുടങ്ങി 12 ബാരഹ്, 13 തേരഹ് എന്ന് തേര. ഈ ഒരു എണ്ണം വരുമ്പോഴേക്കും ഈ മനുഷ്യൻ്റെ എണ്ണം തെറ്റിയാണ്. കാരണം തേര എന്ന് പറഞ്ഞ വാക്കിന് നിൻ്റേതെന്ന് കൂടി അർത്ഥമുണ്ട്. അപ്പോൾ അയാളോട് തന്നെ ചോദിക്കുക, ഞാൻ ആരുടേതാണ്? അന്ന് അയാൾ അച്ഛൻ്റെ വ്യാപാരശാല വിട്ടിട്ട് പോവുകയാണ്. നമ്മുടെ ദേശത്തെ ഒരു ഗുരുവിൻ്റെ വലിയ സമാധാനം കൊടുത്തിരുന്ന, വലിയ തർക്കങ്ങൾ ഒഴിവാക്കിയ, വലിയ മാനവീയത പുലർത്തിയ ഗുരുനാനാക്കിൻ്റെ ആത്മീയ യാത്രയുടെ നിമിത്തമായിട്ട് മാറുന്ന ഒരനുഭവമാണ് ഈ പറഞ്ഞത്. നിങ്ങൾ ആരുടേതാ? എൻ്റേതാണ്. ടോട്ടലി വേഴ്സ് എന്ന അർത്ഥം വരുന്ന ഇറ്റാലിയൻ പദത്തിൽ ഒപ്പിട്ടുകൊണ്ടിരുന്നൊരു പോപ്പുണ്ടായിരുന്നു, ജോൺ പോൾ രണ്ടാമനാണ്. ടോട്ടലി വേഴ്സ്, ഞാൻ പൂർണ്ണമായിട്ടും നിൻ്റേതാണ്. ആ ഒരു പ്രകാശത്തിൽ നിന്ന്, ഈ ചെറിയ ചെറിയ മനുഷ്യരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുകയാണ്. ഒന്നതാണ് ആ ഒരു വെർട്ടിക്കൽ ലൈനിനെ ആഘാതമാക്കുക. 2 സ്വാഭാവികമായിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ടാകുന്നു. കുറേ കൂടി ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യനിലേക്ക് നിങ്ങൾ ചാഞ്ഞു പോയാൽ ചിലപ്പോൾ ഇങ്ങനെ മിക്കവാറും ഫ്രാൻസിസ്കൻ ആശ്രമങ്ങളിൽ ഫ്രാൻസിസിൻ്റെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ശില്പങ്ങൾ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കൈവിരിച്ച് നിൽക്കുന്ന ഫ്രാൻസിസാണ്. ചിലപ്പോൾ രാത്രിയൊക്കെ അല്ലെങ്കിൽ സന്ധ്യക്കൊക്കെ മടങ്ങി വരുമ്പോൾ ആ ഫ്രാൻസിസ് ആണെന്ന് പോലും തോന്നുന്നില്ല, വെറുതെ ഒരു കുരിശ് നിങ്ങളുടെ ഭിത്തിയിൽ വെച്ചിരിക്കുന്നതായിട്ടാണ് തോന്നുക. അപ്പോൾ 2 മാനങ്ങളെയും ഗൗരവമായിട്ട് എടുക്കുക. അതിൽ രണ്ടാമത്തെ മാനം എന്ന് പറയുന്നത് മനുഷ്യനിലേക്ക് ഉറ്റു നോക്കുക എന്നുള്ളതാണ്. ശരിക്കും ദരിദ്രരിലേക്ക് ഉറ്റു നോക്കുക എന്നുള്ളതാണ്. ദരിദ്രം മറന്നുപോയെന്നുള്ള വലിയൊരു അപരാധം നമ്മുടെ മീതെ യേശു ചാർത്താനായിട്ട് കാത്തു നിൽപ്പുണ്ട്. നിങ്ങൾ ദരിദ്രരോട് എന്നാ ചെയ്തു? ഒരു പ്രധാനപ്പെട്ട സംഭവമായിട്ട് ഫ്രാൻസിസിൻ്റെ ജീവിതത്തെയൊക്കെ പറയുന്നത്, ഇയാൾക്കൊരു വ്യാപാരശാലയുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ്റെ വ്യാപാരശാലയുണ്ട്, പട്ടുവസ്ത്ര വ്യാപാരമാണ്. അപ്പം അന്ന് ഒരു യാചകൻ അവിടേക്ക് വരുമ്പോൾ ആ കടയുടെ ഒരു തിരക്കിനിടയിലോ സ്വന്തം അശ്രദ്ധ കൊണ്ട് എന്തോ ഇയാൾക്ക് ഈ യാചകനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ചൊന്ന് തിരക്കൊന്ന് ഒഴിയുമ്പോഴേക്കും ഇത് ഈ മനുഷ്യൻ്റെ വല്ലാതെ അങ്ങോട്ട് ബുദ്ധിമുട്ടിലാക്കുകയാണ്. തൻ്റെ കടയിലേക്ക് വന്നൊരു യാചകനെ താൻ ശ്രദ്ധിച്ചില്ല. അത് വല്ലാത്ത വേദനയോ വല്ലാത്ത പ്രശ്നമായിട്ട് മാറി. അയാൾ പിന്നീട് തെരുവിലേക്ക് പോയിട്ട് ഈ യാചകനെ കണ്ടെത്തി
അയാൾക്ക് ആവശ്യമുള്ള ഭിക്ഷ കൊടുക്കുക. ഇതെല്ലാ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലും പറയുന്ന അയാളുടെ ആന്തരികതവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു ഇൻസിഡൻ്റായിട്ടാണ് പറയുന്നത്. ചെറിയ പ്രായത്തിലൊക്കെ ഇത് കേൾക്കുമ്പോഴേക്കും നമുക്ക് അതിനകത്തൊരു മെരിറ്റും തോന്നിയിട്ടില്ല. അയാൾ ഭിക്ഷയ്ക്ക് വന്നു, ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ഫുഡ് കൊടുത്തു. അതിനിപ്പോൾ എന്താ? നമ്മൾ മുറ്റത്തുമൊക്കെ മനുഷ്യർ വരുന്നതാണ്, നമ്മളും ചില കാര്യങ്ങൾക്കകത്തൊക്കെ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വെറുതെ ഒരു ആം ഗിവിങ്ങിൻ്റെ മാത്രം പ്രശ്നമായിട്ടാണ് തോന്നിയത്. പക്ഷേ പ്രശ്നം അതല്ല. നേരത്തെ പറഞ്ഞ കഥകൾക്കകത്തുനിന്ന് പറഞ്ഞ് ഫ്രാൻസിസ് ഉയർത്തുന്ന ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് എത്തണം. എന്താണ് ആ ചോദ്യം? നിങ്ങൾ ദരിദ്രരോട് എന്ത് ചെയ്തു? വാട്ട് യു ഡു വിത്ത് ദ പുവർ? നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ഒഴിവാക്കുന്നത്, ഏറ്റവും എളുപ്പത്തിൽ അവഗണിക്കുന്നത്, ഏറ്റവും എളുപ്പത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നതൊക്കെ ദരിദ്രരാണ്. അപ്പോൾ എല്ലാവരും അവർ നകന്നുപോയി. ഇങ്ങനെ സഭയും ഒരു കേരളമൊക്കെ ഇങ്ങനെ വളരെയേറെ ഇങ്ങനെ പ്രൊലറ്റേറിയൻ ഓറിയൻ്റായിട്ടുള്ള സമൂഹമാണ്. എന്നിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ഇടങ്ങളോ പാർട്ടിയോ അങ്ങനെ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മൾ കരുതിയ എല്ലാ ഇടങ്ങൾക്കകത്ത് ഈ അകൽച്ച സംഭവിച്ചു പോയി. അപ്പോൾ നമ്മുടെ അനവധിയായ വ്യഗ്രതകൾക്കകത്ത്, നമ്മുടെ അനവധിയായ അലച്ചികൾക്കിടയിൽ നമ്മുടെ ദരിദ്രരോട് എന്ത് ചെയ്യുന്നുള്ളൊരു ചോദ്യം കൂടി ഈ ഒരു വർഷം ഇങ്ങനെ സഭ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട്. ദരിദ്രരോട് ഏറ്റവും അനുഭാവം പുലർത്താനുള്ള ഏറ്റവും നല്ല വഴി ഈ സ്വയം ദരിദ്രരായിട്ട് മാറുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ മനുഷ്യൻ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു വ്രതത്തെ വളരെ ഗൗരവമായിട്ട് എടുക്കുന്നത്. ഭിക്ഷാടനമായിരുന്ന രീതി സ്വന്തമായിട്ട് പുരയിടമോ പാടില്ലെന്ന നിയമാവലി എഴുതി വെച്ചു. എല്ലാത്തിനകത്തുനിന്നും ഞങ്ങളൊക്കെ വൈകാതെ അകന്നു പോകും. പക്ഷേ ഒറിജിനൽ ടെക്സ്റ്റിനകത്ത് ഇതൊക്കെ പറയുന്നുണ്ട്. ഈ കുതിരപ്പുറത്ത് നടക്കാനായിട്ടുള്ള അവകാശമില്ലായിരുന്നു. അത് കാരണം ധനികരുടെ വാഹനമായിട്ടാണ് അത് ഗണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ പുരോഹിതനായില്ല? പൊതുവെ പറയുന്നത് ഇങ്ങനൊരു പയസ് റീസൺസാണ്. അത് കാരണം തനിക്കതിന് യോഗ്യതയില്ലെന്നൊക്കെ ഈ മനുഷ്യൻ കരുതിയിട്ടുണ്ടാവും. പക്ഷെ അതല്ല ഇതിൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള കാരണം. അക്കാലങ്ങളിൽ ഒരാൾ പുരോഹിതനാകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അയാൾ പെട്ടെന്ന് സമൂഹത്തിൻ്റെ ഒരു പ്രീമിയം ഒരു ലെയറിലോട്ട് ഉയരുക എന്നുള്ളതാണ്. നമ്മൾ ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതൊക്കെ പ്രഭുക്കന്മാരും പുരോഹിതന്മാരും. അപ്പോൾ ഇപ്സ് ഫാക്ടോ അവരൊറ്റ കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ ശ്രേണി ഉയരുകയാണ്. ആ ശ്രേണിയിൽ ആദരിക്കാൻ വേണ്ടി അയാൾ തീരുമാനിച്ചു. ഒരു സന്യാസ സമൂഹത്തിനെ രൂപപ്പെടുത്തിയപ്പോൾ അയാളുടെ പേരാണ് നിസ്സാര സഹോദരന്മാരുടെ സഭ. ഞങ്ങളുടെയൊക്കെ പേരിൻ്റെയൊക്കെ അറ്റത്ത് കാണുന്ന ആ OFM എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ ഈ കഥകൾക്കകത്ത് പെട്ടുപോകുന്ന ഫ്രാൻസിസിനെ കുറച്ചുകൂടി ഇങ്ങനെ അഗാധമായിട്ടും കുറച്ചുകൂടി സാമൂഹ്യപരമായിട്ടും കുറച്ചുകൂടി പൊളിറ്റിക്കലൊക്കെ ആയിട്ട് വായിക്കേണ്ട വർഷമായത്. ദരിദ്രരോട് എന്ത് ചെയ്തു? ഈ കഥകളിലൊക്കെ അടിത്തട്ടിൽ ആ സൂചന കിടപ്പുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് ഒരു കുഞ്ഞ് കാര്യം, കൗതുകമുള്ളൊരു കാര്യം ഇറ്റലി നടന്നു. ഒരു പിങ്ങി തുടങ്ങിയ ഒരു ചണസഞ്ചി അതിങ്ങനെ ഒരു സമൂഹം, ഒരു ഫ്രാൻസിസ് സമൂഹം ഈ ഫോറൻസിക് ലാബിൽ കൊണ്ടു കൊടുക്കുക. എന്താണ് ആ ഒരു സഞ്ചിയുടെ പ്രത്യേകത? ഇങ്ങനെ 14ാം നൂറ്റാണ്ടിൽ വലിയൊരു ശൈത്യം ഉണ്ടായ ദേശത്ത്. ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു ആശ്രമത്തിന് മീതെ ഇങ്ങനെ മഞ്ഞ് മൂടി. ഈ ഫ്രീസറിലൊക്കെ നിങ്ങൾ പെട്ടുപോകുന്ന കണക്കൊരു സംഭവമാണ്. എന്നിട്ടോ വിശന്നും തണുത്തുമൊക്കെ മരിച്ചു പോകുന്നൊക്കെ ഈ സന്യാസികൾ വിചാരിച്ചിരുന്ന രാത്രിയിൽ ആരോ ഒരു ചണസഞ്ചി നിറയെ ഇങ്ങനെ ബ്രെഡ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ പടിക്കൽ വെച്ചിട്ട് പോകുന്നു. സന്യാസികളുടെ ഇടയിൽ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ടായി. അവർ പറഞ്ഞു അതിങ്ങനെ ദൂരെ എവിടെ യാത്രയിലായിരുന്നു. ആ സമയത്ത് ഫ്രാൻസിലൂടെ യാത്രയിലായിരുന്നു. അപ്പോൾ ആ ഫ്രാൻസിസിന് ഇത് പിടുത്തം കിട്ടുകയും തൻ്റെ കാവൽമാലാഖയെ ഏൽപ്പിച്ചനുസരിച്ചിട്ട് കാവൽമാലാഖ കൊണ്ടുവന്ന് വെച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു റെലിക്ക് കണക്ക് തിരുശേഷം കണക്ക് ആ സഞ്ചി ആസ്വാദനകത്ത് വെച്ചു. കുറേ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കാണാനായിട്ട് സന്ദർശകരെത്തി. 17ാം നൂറ്റാണ്ട് വരെ അതിങ്ങനെ സന്ദർശകർക്ക് പ്രിയപ്പെട്ട ഒരു കാഴ്ചയായിട്ട് ചണസഞ്ചി ഉണ്ടായിരുന്നു, അപ്പസഞ്ചി ഉണ്ടായിരുന്നു. അതിനുശേഷം അതിങ്ങനെ പൊതുദർശനത്തിൽ നിന്ന് സഹോദരന്മാർ മാറ്റി. ആ ഒരു നെഗറ്റീവ് ചിലപ്പോൾ ബുദ്ധിക്ക് ഉതകുന്ന അല്ലെങ്കിൽ തോന്നലുണ്ടായിരിക്കും. എന്തായാലും അടുത്ത കാലത്തായിട്ട് അതിനെ വീണ്ടും ഒരു കാർബൺ ഡി ടെസ്റ്റിന് കൊടുക്കുമ്പോഴേക്കും കാലമൊക്കെ അത് തന്നെയാണ്. അപ്പോൾ സഞ്ജീവാണ്. പിന്നെ മാലാഹ അത് നിശ്ചയിക്കേണ്ട ഒരു വഴി അല്ലെങ്കിൽ നിശ്ചയിക്കേണ്ട രീതിയോ താല്പര്യമോ ശാസ്ത്രത്തിൻ്റെ അല്ല. പിന്നെ ഒന്നോർത്താൽ മാലാഹ തന്നെ. വിശന്ന് നിങ്ങൾ ഇങ്ങനെ തണുത്ത് വിറച്ച് മരിച്ചു പോകുമ്പോൾ അപ്പം നിങ്ങളുടെ പടിക്കൽ കൊണ്ടുവന്ന് വെക്കുന്ന ഏതൊരാളും അയാൾ വിളിക്കേണ്ട വാക്കാണ് മാലാഖ. നമുക്ക് ഈ ഫ്രാൻസിസ്കൻ വർഷത്തെ കുറേ കൂടി അഗാധമാക്കാം. 2
തലങ്ങളിലുള്ള ആന്തരികതയെ ഒന്ന് ആഴപ്പെടുത്താം. കുരിശു പോലെയാണ്. ഒന്നിങ്ങനെ അവനിലേക്ക് തലയുയർത്തി നിൽക്കുന്ന ഒന്ന്. ആരാണ് എൻ്റെ യജമാനൻ? എന്താ? ആരാണ് എൻ്റെ സഹോദരൻ? വിശേഷം ദരിദ്രനായ സഹോദരൻ. അവനോട് നിങ്ങൾ എന്തു ചെയ്തു എന്നുള്ള ചില ചോദ്യങ്ങളിൽ ഇത്തിരി ഉള്ളം തപിക്കുകയും ചെയ്യാം. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.